രുചിയോണം നാവിൽ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞാൻ എപ്പോഴും സുന്ദരിയല്ലേ? അതെ, ഞാനും എന്റെ പലമേളം എന്താ ഉണ്ടാക്കേണ്ടേ? എന്താണേലും ഉണ്ടാക്കിക്കോ, ഞാൻ കഴിക്കാൻ റെഡി ആയിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ. ഇഞ്ചിക്കരയിൽ ചാലിച്ചുണ്ണും രസമോണം. നമസ്കാരം. സമൃദ്ധിയുടെ വരവറിയിച്ച് വീണ്ടും ഒരു ഓണക്കാലം കൂടി. എല്ലാ പ്രേക്ഷകർക്കും അമൃത ടിവിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അത്തം മുതൽ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഓണാഘോഷത്തിൽ സദ്യവട്ടങ്ങളിലെ പ്രധാന വിഭവങ്ങളുമായി ഓരോ ദിവസവും നിങ്ങളുടെ പ്രിയ താരങ്ങൾ അണിനിരക്കുന്ന ഈസ്റ്റേൺ രുചി ഓണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ഈസ്റ്റേൺ രുചി ഓണം പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ. അത്തം മുതൽ തിരുവോണം വരെ നീളുന്ന ഈ ഓണാഘോഷത്തിൽ സദ്യവട്ടങ്ങളിലെ പ്രധാന വിഭവങ്ങളുമായി ഓരോ ദിവസവും നിങ്ങളുടെ പ്രിയ താരങ്ങൾ അണിചേരുന്ന ഈസ്റ്റേൺ രുചി ഓണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു ഈസ്റ്റേൺ രുചി ഓണം പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ. ഇന്ന് അത്തം പിറന്നു. അപ്പോൾ നമ്മളെ എല്ലാ മലയാളികളും വീടുമുറ്റത്തൊക്കെ പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ ഓണത്തിനെ വരവേൽക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓണത്തിന് അമൃത ടിവി നൽകുന്ന ഒരു ഓണ സമ്മാനമാണ് ഈസ്റ്റേൺ രുചി ഓണം പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ. അപ്പോൾ ഈസ്റ്റേൺ രുചി ഓണത്തിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് ഈസ്റ്റേൺ രുചി ഓണത്തിലെ ആദ്യത്തെ ഗസ്റ്റ് മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും നമ്മുടെ ഏവരെയും പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞ നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട സുചിത്ര നായർ. രുചിയോണം. നമസ്കാരം. ചേച്ചി നമസ്കാരം. നമസ്കാരം. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞാൻ എപ്പോഴും സുന്ദരിയല്ലേ? അതെ, ഞാനും എന്റെ സുന്ദരിയായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടുപേരും സുന്ദരികളായിട്ട് നിൽക്കുകയാണ്. അത്താണ് ഇന്ന്. അപ്പൊ ഇന്ന് എന്താണ് ഫസ്റ്റില് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? പ്രേക്ഷകർക്ക് സമ്മാനം കൊടുക്കണ്ടേ? ആദ്യം തന്നെ നമ്മുടെ അമൃത ടിവി രുചി ഓണം പ്രേക്ഷകർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയാണ്. അപ്പൊ നമുക്ക് ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? എന്താ ഉണ്ടാക്കേണ്ടേ? എന്താണേലും ഉണ്ടാക്കിക്കോ, ഞാൻ കഴിക്കാൻ റെഡി ആയിട്ടാണ്. ചിക്കൻ കറി ഉണ്ടാക്കിയല്ലോ. ഓണസദ്യ പറഞ്ഞിട്ട് സദ്യ വിഭവങ്ങളിൽ ചിക്കൻ കറി ഇല്ല. നമുക്ക് സദ്യയില് ഏറ്റവും പ്രധാനമായ ഒരു സാധനം ഉണ്ടാക്കാം. നമ്മള് തുടക്കം നമ്മുടെ തിരുവനന്തപുരത്ത്, ഞാൻ തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പൊ തിരുവനന്തപുരത്ത് സദ്യ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. എന്റെ അറിവില് തിരുവനന്തപുരത്ത് സദ്യയാണ്. നീ അതിൽ മാറ്റി ചിന്തിക്കുന്നുണ്ടോ പറയുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. പറയാനേ പറ്റൂ, പക്ഷെ തിരുത്താൻ പറ്റത്തില്ല. തിരുവനന്തപുരം സദ്യയില് ശരിക്കും മറ്റേ പപ്പടം, കാവറുത്തത് അതൊന്നും ഒഴികെ നമ്മൾ തൊട്ട് കൂട്ടാൻ തുടങ്ങുന്ന ഒരു സാധനം ഉണ്ട്. അതെന്താ? മറ്റേ ഇതാണോ? മറ്റേതോ? പുളിയിഞ്ചിക്ക് എന്താ വേണ്ടേ? ഇൻഗ്രീഡിയൻസ് എന്നോട് ചോദിക്കല്ലേ. എന്താ വേണ്ടേ? ഇഞ്ചി വേണം. ആണോ? ഇഞ്ചി വേണോ? പുളിയിഞ്ചിയിൽ ഇഞ്ചി ഇടുവോ? ഇഞ്ചി ഇടില്ലേ? പുളി വേണം. ഞാൻ എന്നോട് ഇവിടെ പ്രസന്റേഷനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല രുചിച്ച് നോക്കിയിട്ട് നല്ലതാണോ എന്ന് പ്രേക്ഷകരോട് പറയാൻ. എനിക്ക് ഉണ്ടാക്കാൻ അറിയാം. ഇഞ്ചി വേണം. ഇഞ്ചി ഇവിടെ ഇല്ലല്ലോ. ഇഞ്ചി വേണം. അവിടെ നോക്കണ്ട. പിന്നെ മറ്റേ പുളി ഇങ്ങനെ വെള്ളത്തില് ആ സംഭവം പുളിവെള്ളം കുക്കിങ്ങിലേക്ക് കിടക്കാം. പുളി ഇഞ്ചി എന്ന് പറയുന്നത് 108 വിഭവങ്ങളെ മാറ്റി നിർത്തുന്ന, അതായത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. ദൈവമേ, ഗൂഗിളമ്മേ ചതിക്കരുതേ, അങ്ങനെയാണെന്നാണ് എന്റെ അറിവ്. എല്ലാരും ഇപ്പൊ സെർച്ച് ചെയ്യും. ഇതൊക്കെയാണ് നാവില് ഏറ്റവും രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പുളി ഇഞ്ചി. സദ്യവട്ടങ്ങളിൽ ഫസ്റ്റ് തുടക്കം എല്ലാവരും തൊട്ട് കൂട്ടിയിട്ടാണ് ബാക്കി അങ്ങോട്ട് തുടങ്ങുന്നത്. എന്റെ ഫേവറേറ്റ് ആണ് പുളിയിഞ്ചി. പക്ഷെ നമ്മുടെ തിരുവനന്തപുരത്ത് പുളിയിഞ്ചി എന്നല്ല, ഇഞ്ചിക്കറി. ഒരുപാട് സ്ഥലങ്ങളിൽ പല പല പേരിലാണ് അറിയപ്പെടുന്നത്. പുളിയിഞ്ചി, ഇഞ്ചിപ്പുളി, അങ്ങനെ കുറെ നാട്ടില് പുളിയിഞ്ചി. പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇഞ്ചി വേണം, പുളിവെള്ളം വേണം, പച്ചമുളക്. ഇഞ്ചി വേണോന്ന് ആരാ പറഞ്ഞ പുളിയിഞ്ചിക്ക്? ശരി, അതൊക്കെ വേണം. ഇഞ്ചി വെച്ച് എന്തൊക്കെ കറി ഉണ്ടാക്കാം? ഇഞ്ചി അവിയൽ ഉണ്ടാക്കാൻ അറിയോ? ഇഞ്ചി അവിയല? ഇഞ്ചി തോരൻ ഉണ്ടാക്കാൻ അറിയോ? എനിക്ക് അതൊന്നും അറിയില്ല. എനിക്ക് നോർമൽ അവിയല്, നോർമൽ. അങ്ങനൊരു സംഭവം ഉണ്ടെന്നോ? അങ്ങനൊരു സംഭവം ഉണ്ടോ? ഇപ്പൊ പ്രഷർ വിചാരിക്കും എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇഞ്ചി അവിയലുണ്ടോ? ഇഞ്ചി അവിയലുണ്ടോ? ഇല്ല. നിങ്ങൾ തിരുവനന്തപുരക്കാർക്ക് ഉണ്ടോന്ന് അറിയില്ല. ഞങ്ങൾ തോരനുണ്ടോ? ഇഞ്ചി തോരൻ ഇല്ല. ഇഞ്ചി തോരനില്ല. ഓക്കെ, പക്ഷെ പുളിയിഞ്ചിയിൽ ഇഞ്ചി വേണം. എന്തൊക്കെയോ ചെറുതായിട്ടൊക്കെ അറിയാം. ചെറുതായിട്ട് എന്തൊക്കെയോ വേണോന്ന്. ശരിക്കും വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ടോ? കുക്ക് ചെയ്യാറുണ്ട്.
സത്യം. ആ എന്തുണ്ടാക്ക മെയിൻ ആയിട്ട് പെട്ടെന്ന് ബുൾസേ മാഗി അല്ല, ഞാൻ നോൺ വെജ് ആണ് ഉണ്ടാക്കാറ്. പിന്നെ അവിയല് സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല പല നാട്ടില് ചില നാട്ടിലെ സദ്യയിൽ എനിക്ക് തോന്നുന്നു നോൺ വെജ് നോൺ വെജ് എനിക്ക് തോന്നുന്നു കോഴിക്കോട് കണ്ണൂർ എനിക്ക് തോന്നുന്നു അങ്ങോട്ടാണെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് അങ്ങനെയുണ്ടോ? തിരുവനന്തപുരം സദ്യയിൽ ഒരിക്കലും നോൺ വെജ് നോൺ വെജ് ഉണ്ടാകാറില്ല. അത് നമ്മുടെ തനതായ രീതിയിൽ തന്നെ കറികളും അങ്ങനെയായിട്ട്. സദ്യയിൽ എന്തൊക്കെ കറികൾ ഉണ്ടാവും? തുടക്കം ഇഞ്ചി, നമ്മൾ തുടങ്ങി ഇഞ്ചി, അത് കഴിഞ്ഞിട്ട് ആ ഓർഡറിൽ പറയണം. എനിക്ക് ഓർഡർ അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ല, അതല്ല ഞാൻ പറയാം. സദ്യ കഴിച്ചിട്ടില്ലേ? സദ്യ കഴിച്ചില്ല. തിരുവനന്തപുരത്ത് സദ്യ കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, പിന്നെ അങ്ങനെ പറയാം. തിരുവനന്തപുരത്തെ സദ്യ ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ശരി. സദ്യ കഴിച്ചിട്ടുണ്ടല്ലോ, തുടങ്ങ്. ഇഞ്ചി കറി. അടുത്തത് അച്ചാറ്. എന്തച്ചാറ്? അത് മാങ്ങാച്ചാറാകാം, നാരങ്ങ, ഇതെല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാവോ? അതാണ് തിരുവനന്തപുരം സദ്യ. അതായത് ഇഞ്ചി, മാങ്ങ, നാരങ്ങ, പിന്നെ നമ്മുടെ അച്ചാർ തന്നെ കൊറേ ഇഞ്ചി, മാങ്ങ, നാരങ്ങ ഉണ്ടാവും. ഓക്കെ ഓക്കെ, അതാണ് നമ്മുടെ അച്ചാർ ഐറ്റംസിൽ വരിക. ഓക്കെ. പിന്നെ പച്ചടി, അതായത് നമ്മളെ വെള്ളരിക്കായിട്ട് വെള്ള കളറുള്ള അതെ അതെ പച്ചടി. പിന്നെ ബീട്രൂട്ട് മറ്റേ കളറുള്ള പച്ചടി ഉണ്ടാവും. പിന്നെ വേറൊരു കളറുണ്ട്, ബീട്രൂട്ടിന് മഞ്ഞ കളറല്ലേ? ബീട്രൂട്ടിന്റെ കളറ് മറ്റാത്. പിന്നെ മഞ്ഞ കളറ് മധുരക്കറി. മധുരക്കറി ഉണ്ടാവും, തോരനുണ്ടാവും, അവിയലുണ്ടാവും, പിന്നെ കൂട്ടുകറി ഉണ്ടാവും. അങ്ങനെ പക്ഷെ എനിക്ക് ഈ ഇഞ്ചിക്കറി കൂട്ടിയിട്ട് വേണം ട്രിവാൻഡ്രത്ത് വന്നിട്ട് എനിക്ക് ഇഞ്ചിക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇഞ്ചിക്കറി അല്ല ടേസ്റ്റ് ഉണ്ട്, ട്രിവാൻഡ്രം വന്നിട്ട് ഈ സദ്യയാണ് ടേസ്റ്റ്. അതെ, സദ്യയോടൊപ്പം എന്തായാലും, കാരണം ചേച്ചി വെക്കുന്നത് ഇപ്പൊ പുളിയിഞ്ചിയാണ്. അപ്പോ നമ്മുടെ ഓണത്തിന്റെ ആദ്യത്തെ ദിവസം, അതായത് അത്തം തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ രുചി ഓണത്തിലെ ഇഞ്ചിപ്പുളിയോടുകൂടി തുടങ്ങുകയാണ് അല്ലെ? അപ്പൊ എന്റെ മുഖം വെച്ചിട്ടാണ് രുചി ഓണം തുടങ്ങുന്നത്. ഐശ്വര്യത്തോടെ തുടങ്ങണല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലിസ്റ്റിൽ ആദ്യം വന്നത് സുചിത്ര നായർ. അതെ, അപ്പൊ നമുക്ക് ഇഞ്ചിപ്പുളി എങ്ങനെയാന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം, എന്നാൽ പോലും നമ്മുടെ പ്രേക്ഷകർക്ക് ഈസ്റ്റേൺ രുചിയോണം കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. തുടങ്ങാം. അപ്പൊ അപ്പൊ നമ്മുടെ ഇഞ്ചിപ്പുളിക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുക്കണല്ലോ പ്രേക്ഷകർക്ക്. ഉറപ്പായിട്ടും. ഓക്കെ, ഇഞ്ചി വേണമല്ലോ. അതെ, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക്, ഉപ്പ്, നമ്മുടെ മുളക് പൊടി ഏതിന്റെയാ? ഈസ്റ്റേൺ. അതെ, അപ്പൊ രുചി കൂടും, ഉറപ്പാണല്ലോ. ഈസ്റ്റേണിന്റെ മുളക് പൊടിയുണ്ട്, വറ്റൽ മുളകുണ്ട്, കടുകുണ്ട്, ശർക്കരപ്പൊടിയാണ്, പുളിവെള്ളം. പിന്നെ നമ്മുടെ മെയിൻ വറ്റൽ മുളക്. ആദ്യമൊന്നും അറിഞ്ഞില്ലായിരുന്നു, ഞാനാ പറഞ്ഞു കൊടുത്തേ. വറ്റൽ മുളക് എനിക്കറിയത്തില്ല, എനിക്ക് വയ്യ. അപ്പൊ നമ്മുടെ എല്ലാ കറികളിലും മെയിൻ സാധനം കറിവേപ്പില. പിന്നെ ഒരു കാര്യം മിസ്സിംഗ് ഉണ്ട്, അത് പുറകിൽ ഇരിപ്പുണ്ട്, വെളിച്ചെണ്ണ. നമ്മുടെ എല്ലാ സദ്യയിലും എല്ലാ കറികളും ഉണ്ടാക്കുന്ന ഒറ്റ സാധനത്തിലായിരിക്കും വെളിച്ചെണ്ണ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ സഹായിയിലേക്ക് ഞാനിവിടെ നിക്കാം. ഐശ്വര്യല്ലേ ചെയ്യാന്ന് അറിയില്ല എന്നല്ലേ പറഞ്ഞു? ഞാൻ പറഞ്ഞു പഞ്ചാബി കേട്ടിട്ടില്ലേ? ഇവനൊന്നും അറിയത്തില്ല. അപ്പൊ തുടങ്ങിക്കോ, കത്തിച്ചോ. ഓക്കെ, അപ്പൊ കത്തിക്കട്ടെ. ഓക്കെ, ഇപ്പൊ ഈസ്റ്റേൺ രുചിയോണം പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിന്റെ ആദ്യത്തെ വിഭവത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇഞ്ചിപ്പുളി അല്ലെ? പുളി ഇഞ്ചി എന്നും പറയും. അപ്പൊ ദേ ചേച്ചി ഇവിടെ പാനെല്ലാം കത്തിച്ച ഇഞ്ചിക്കറി എന്ന് പറയും. ഇഞ്ചിക്കറി തിരുവനന്തപുരം സ്റ്റൈൽ ഇഞ്ചിക്കറിയാണ്. എന്റെ നാട്ടിൽ പുളി ഇഞ്ചി എന്ന് പറയും. ഞാൻ അതല്ല ഉണ്ടാക്കുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ. ഞാൻ ഇത്രയും പറയും, ശുദ്ധമായ വെളിച്ചെണ്ണ. അതെ, കാണുമ്പോ തന്നെ ഇങ്ങനെ. അതെ, വേണോ? വേണ്ട, കുടിക്കണ്ട. അത് നമ്മുടെ ഈസ്റ്റേൺ രുചിയോണത്തിലെ ഓരോ വിഭവവും ഈ ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാം വെളിച്ചെണ്ണയാണല്ലോ സ്വാദ് കൂട്ടുന്നത് ഓരോ കറിക്കും. കൂടിപ്പോയ പോലെ വെളിച്ചെണ്ണ കുഴപ്പമില്ല. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് അതെ, നിങ്ങൾ അളവ് അല്ലെ, നമ്മളിപ്പോ അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ ടേസ്റ്റ് അല്ലെ? സത്യം പറഞ്ഞ അളവൊന്നും പറഞ്ഞുതരാൻ അറിയില്ല നമുക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ നമ്മൾ പഴമക്കാര് പറയാല്ലോ, നമ്മുടെ കൈ അളവാണ് അമ്മൂമ്മമാരൊക്കെ, അല്ലാതെ ടേബിൾ സ്പൂൺ ഒന്നും അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം എണ്ണ കൂടുന്തോറും രുചി കൂടും. എണ്ണയ്ക്ക് അറിയായിരിക്കും ഇങ്ങനെ ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂൺ ഒന്നും അറിയത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. അതാണ്. ഇനി എണ്ണ ചൂടായോ എന്ന് നോക്കി കൈ മുക്കിയോ. ഓക്കെ, ആദ്യം ഇഞ്ചി ചൂടായോ? ചൂടായി. ഇതിലൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ ഈ തവിയിലങ്ങ് ഇളക്കാം.
ഇതിപ്പോ ചിക്കൻ കറി വറക്കുന്ന പോലെ ഉണ്ടാവൂ. വലിയ ജാടയിലൊക്കെ ഇപ്പൊ തകർക്കുമെന്ന് പറഞ്ഞാണ് അതെ ഇപ്പൊ ആരാ പണിയെടുക്കുന്നത്? ഞാൻ. എടുക്കൂ, പണിയെടുക്കൂ. ഇത് വീട്ടിൽ പോയി ഉണ്ടാക്കിയിട്ട് പറയണം. അതെ ഇളക്കൂ, നന്നായിട്ട് ഇളക്കൂ. കരിഞ്ഞു പോകുന്നുണ്ടോന്ന് മനസ്സിലാവുന്നില്ല. ഒരു പിഞ്ച് സോൾട്ട് ഇട്ടെ, പെട്ടെന്ന് ഫ്രൈ ആയി വരും. കൈ കൊണ്ടിടാമോ? ഒരു പിഞ്ച്. അങ്ങനെയല്ല, ഒരു പിഞ്ച് എന്ന് പറയുമ്പോ അതാണ് ഒരു പിഞ്ച്. ഇങ്ങനെ എടുക്കുന്നത് പിഞ്ചല്ല. ഇങ്ങനെ എടുക്കുന്നത്. ഇനി വേണം പിച്ചിപ്പറിക്കാൻ പോകുന്ന പോലെ ഇങ്ങനെ വാരി ഇട്ടേക്കാം. അത് കയ്യിൽ ഉപ്പുണ്ടായിരുന്നു അതിന്. നമ്മുടെ അവിടെയൊക്കെ ഒരു പിഞ്ച് എന്ന് പറയുമ്പോ ഇതാ എന്റെ കൈയുടെ നിങ്ങളുടെ നാട്ടില് ഇതാണ് ഒരു പിഞ്ച്. ഇപ്പൊ എന്തായാലും കൊറേ. അയ്യോ, ഇതിപ്പോ കൊറേ ഇട്ടോ. എനിക്കറിയാം ഏത് കോളായ എന്റെ കുറ്റമല്ല കേട്ടോ. ആവശ്യത്തിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അല്ല എന്നോട് പറഞ്ഞു എണ്ണ. അതെ 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 വീട്ടമ്മമാര് വീട്ടമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണയിൽ ഇടുമ്പോ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പൊ ദേ ഇങ്ങനെ നിന്ന് ഏറ്റു വാങ്ങാനുള്ള ചങ്കൂറ്റുള്ളവർ അടുത്ത് നിക്ക, അല്ലെങ്കിൽ മാറി നിക്ക. വീട്ടമ്മമാർക്ക് ഞാനെന്തിനാ ഇതൊക്കെ പറഞ്ഞു? പിന്നെ ഞങ്ങൾ ഇതിന്റെ അപ്പുറം കഴിഞ്ഞാന്നൊക്കെ. ഓക്കെ, അപ്പൊ ദാ ഇഞ്ചി ഫ്രൈ ആയി വന്നു. പിന്നെ അപ്പൊ ഇതിപ്പോ വീട്ടിൽ പോയി പരീക്ഷിക്കുവോ? ഇത്ര എണ്ണയില് ഞാൻ എന്തായാലും പരീക്ഷിക്കുന്നില്ല. ഇതെന്താ സംഭവിച്ചെന്നറിയോ? നമ്മള് ഹെൽത്തി ആയിരിക്കണം. ഇത് ഇഞ്ചിപ്പുളിക്ക് ഹെൽത്തി ആവാൻ പറ്റില്ല. എന്തായാലും എണ്ണയിൽ ഫ്രൈ ചെയ്തേ പറ്റൂ. അത് കുറച്ചായാലും എന്തായാലും ഫ്രൈ ചെയ്യണം. നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് ഞാൻ കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ വഴക്ക് പറയരുത്. ശുദ്ധമായ വെളിച്ചെണ്ണ കണ്ടപ്പോൾ അങ്ങ് ഒഴിച്ചു പോയി. സോറി, എന്നോട് ക്ഷമിക്കണം. അത് പകുതി മതി. ഞാൻ ഒഴിച്ചെണ്ണ കുറച്ച് മതി. കാരണം ഇഞ്ചി കാണാൻ പറ്റണം. അതാണ് ഒരളവ്. കേട്ടല്ലോ ഇപ്പൊ നിങ്ങൾ എനിക്ക് ഒന്നും ഉണ്ടാക്കി അറിയില്ല. ഈ എണ്ണ ഒഴിക്കുന്ന കണ്ടോണ്ട്. അല്ല, എനിക്ക് അറിയും. ശരിക്കും എന്തൊക്കെയോ അറിയും. എന്തൊക്കെയോ അത് മനസ്സിലായി. എന്തൊക്കെയോ അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അത് പോട്ടെ. സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താ? ഇഞ്ചി ഒഴിക്കുക. ഇഞ്ചി ഇഷ്ടാന്ന് പറഞ്ഞു. അതല്ലാതെ സാമ്പാർ. അതല്ലാണ്ട് പപ്പടം. അപ്പൊ ഈ അവിയല്, തോരൻ? എനിക്ക് അവിയലൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒഴിച്ചുകറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓ ശരി. അപ്പൊ പായസത്തിൽ ഏതാ ഏറ്റവും ഇഷ്ടം? മറ്റേ പാലട. ആണോ? പാലട ഉണ്ടാക്കാൻ അറിയാവോ? പിന്നെ എന്നോട് ചോദിച്ചാ ഒന്നും അറിയത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. എല്ലാം ഞാൻ അങ്ങ് പരീക്ഷിക്കും. ഇങ്ങനെയാണെങ്കിൽ ഞാനും പറയും എല്ലാം എനിക്കും അറിയാം. എല്ലാം ഞാനും. അല്ലല്ല, ഈ ഇഞ്ചി എണ്ണയിൽ ഇട്ടതോടുകൂടി എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഇച്ചിരി എണ്ണ കൂടി പോയി. അത് ഇത്രയും അതിനിപ്പം വിട്ടുതരാം. നമ്മളിങ്ങനെ അതേ പിടിച്ച എന്തിനാ? വേണ്ടല്ലേ? അത് പോട്ടെ, വേണ്ട പോട്ടെ. അപ്പൊ ഇഞ്ചി ഏകദേശം മൂത്തോണ്ടിരിക്കുകയാണ്. ബ്രൗൺ കളറായി. ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ. ഓക്കെ ഓക്കെ ഓക്കെ. ഡാർക്ക് ബ്രൗൺ ആകുന്നവരെ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തോണ്ടിരിക്കണം. ഇത് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞത് കൊണ്ടാ പെട്ടെന്ന് ആവുന്ന കേട്ടോ. അങ്ങനെ അരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. എന്റെ വീട്ടിലൊക്കെ അമ്മ മടിച്ചു ആയതുകൊണ്ടേ വലുതായിട്ടായിരിക്കും. അപ്പൊ കൊറേ നേരം ഫ്രൈ ചെയ്യേണ്ടി വരും. വിഭാഗത്തിൽ പെട്ടതാണ്. ഏതാ? ഞാൻ എല്ലാം വലുതായിട്ട് ചെറുതായിട്ട് ഭയങ്കര അപ്പൊ സാമ്പാറിനൊക്കെ ഇത്രയും വലിയ കഷ്ണങ്ങൾ ഉണ്ടാവും? അത്രയല്ല. ഇതൊക്കെ പോട്ടെ. എന്തായാലും നമ്മൾ കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പുതിയ വിശേഷങ്ങൾ പറ. പുതിയ വിശേഷങ്ങൾ അറിയാനാണല്ലോ ഞാനും പ്രഷറൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ ഒരു മൂവി ചെയ്യുന്നുണ്ട്, ഷോളയാർ എന്ന് പറഞ്ഞിട്ട്. പോലീസ് ഓഫീസർ ആയിട്ടാണ്. അതിനു വേണ്ടിട്ട് ഈ കഷ്ടപ്പെട്ട് കിടന്ന് മെലിഞ്ഞോ ഞാൻ? അതെന്താ പറയാത്തെ? അയ്യോ സോറി, നല്ലോണം പ്രേക്ഷകർ ഇത് കണ്ടിട്ട് പ്രേക്ഷകരും പറയണം നമ്മുടെ സുചിത്ര ചേച്ചി മെലിഞ്ഞോന്ന്. എനിക്കൊന്ന് പോലീസ് ഓഫീസറിന്റെ യൂണിഫോത്തിലൊക്കെ വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് എണ്ണ പൊട്ടിത്തെറിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല സെറ്റ് ആയിരിക്കും. ക്യാപ്പൊക്കെ വെച്ച്. അതൊരു ആർഫായിട്ടാണ്, ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടാണ്. അപ്പൊ അതില് മൂവി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ക്ലൈമാക്സ് കുറച്ചൊരു ഫൈറ്റ് സീക്വൻസ് കുറച്ചുകൂടെ ഉണ്ട്. ഉണ്ട്. ദേഹം അനങ്ങണം. ദേഹനങ്ങനെ എനിക്ക് പൊതുവേ മടിയാണ്. എന്നാലും കുഴപ്പമില്ല. ഫൈറ്റ് ഒക്കെ അപ്പൊ തിയേറ്ററിൽ പോയിരുന്ന് കാണണം. ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോ ഇങ്ങനെ എണീറ്റ് കൈയടിക്കുന്നത് ദൈവത്തിനറിയാം. പഠിച്ച മറ്റേ അതിന് മുന്നേ പ്രാക്ടീസ് സെഷൻ ഉണ്ട്. അതിനിപ്പോ അടുത്തത് ഉടനെ ഉണ്ടാവും. അതുണ്ട് പറഞ്ഞു. 2-3 ദിവസത്തെ റിഹേഴ്സൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങും ഉടനെ. അതായിട്ടുണ്ട്. ഫൈറ്റിന്റെ പുറകെ നമ്മൾ ആയിട്ടാണ് ഞാൻ ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ? തൽക്കാലം ഒന്നും വേണ്ട. ഇത് കോരി എടുക്കാൻ ഉള്ള ഹെൽപ്പ് വേണം. പക്ഷെ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് കോരിക്കോ.
ഞാൻ ഈ സൈഡിൽ നിന്ന് കോരാം. ഓക്കെ. ഇപ്പൊ വീട്ടിൽ ഓണസദ്യക്കൊക്കെ ചേച്ചി ഇല്ലടാ, ഉണ്ടാക്കാറുണ്ടോ? അതോ വീട്ടിൽ അമ്മയാണോ? അമ്മ എന്നെ അടുക്കള കയറ്റത്തില്ല. അടുക്കള കേട്ടിട്ടില്ല. എണ്ണ കോരിടാണ്. ഒരു അങ്ങനെയല്ല സദ്യ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് അമ്മയുടെ ഏരിയ ആണ്. അമ്മയുടെ പൊതുവെ area ആണ്. അമ്മമാർക്കുണ്ടല്ലോ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ അടുക്കള കയറി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. അത് സത്യം. ഇങ്ങോട്ടാ, ഇവിടെ വെക്കാം, ഞാൻ പിടിക്കാം. അപ്പൊ അമ്മ തന്നെയാണ് എത്ര സദ്യ കൂട്ടം full- ഉണ്ടാക്കും? അപ്പം അമ്മ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം സദ്യയിൽ എത്ര വിഭവം ഉണ്ടോ അത് അത്ര ഉണ്ടാക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും കേറി ഒരു പായസം വല്ലതും ഉണ്ടാക്കിയാലായി. തലേദിവസം ഇങ്ങനെ നമുക്ക് അരിയാനൊക്കെ അല്ല, അതിനൊക്കെ വെളുപ്പിനെ സഹായിക്കും. തുടങ്ങത്തേയുള്ളൂ. ഈ തലേ ദിവസം ഉണ്ടാക്കുന്ന പരിപാടി എന്റെ വീട്ടിൽ അച്ഛൻ അതൊന്നും പറ്റത്തില്ല. പറ്റത്തില്ല. അപ്പൊ ഉടനെ തലേ ദിവസത്തെ കറിയാക്കും അതിന്. അതുകൊണ്ട് പിന്നെ അത് പറ്റത്തില്ല. അത് രാവിലെ വെളുപ്പിന് അമ്മ എനിക്ക് തോന്നുന്നു 3 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങും. നമ്മൾ കൂരി എടുത്ത് കഴിഞ്ഞു. എടുത്തു കഴിഞ്ഞു. സെറ്റ്. ഇനി എന്താ വേണ്ട? ഇനി ഇത് ഒന്ന് തണുത്തിട്ട് നമ്മൾ ഒന്ന് പൊടിച്ചെടുക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കും. ക്രഷ് ചെയ്തെടുക്കും. അപ്പൊ ഇത് തണുക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്താ? അടുത്ത ഇതിൽ എണ്ണ കുറച്ച്, ഈ എണ്ണ തന്നെ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് കടുക് ഇറക്കുക, നമ്മുടെ മസാലാസ് ഒക്കെ ഇടുക, മുളക് ഇടുക, ഇതെല്ലാം ഇട്ടിട്ട് ഇഞ്ചി പൊടിച്ചതൊക്കെ ഇട്ട് ലാസ്റ്റ് ഒരു ഇഞ്ചിക്കറി. അപ്പൊ നമ്മുടെ ഇഞ്ചി കോരി മാറ്റി ഈ പാൻ മാറ്റാണ്. ഇത്രയും വലിയ പാൻ നമുക്ക് വേണ്ട. നമുക്കൊരു ചെറിയ നമ്മുടെ നാടൻ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഇതാ ഒന്ന് ചൂടായി വരുന്നു. ഇതാ നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കാണ്. ഇഞ്ചി ഒരു 2 പ്രാവശ്യം മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പത്തേനും നമ്മൾ ഇവിടെ ചട്ടി ഇതേ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പൊടിഞ്ഞ് കിട്ടി. ചട്ടിയില് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കടുക് ഇറക്കാൻ മാത്രമുള്ള എണ്ണ മതി. കടുക് ചൂട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. എന്നിട്ട് കടുക് എടുത്തു. കുറച്ച് കടുക്. ഓക്കെ. കടുക് എണ്ണ തിളച്ചിട്ടാ ഇടേണ്ടേ? സാരമില്ല. ചൂടായി വരുമ്പത്തേനും ഇത്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ? ഇപ്പൊ നമ്മൾ ഇട്ടുപോയി, അതുകൊണ്ട് സാരമില്ല. അതെ. അതിനുശേഷം വറ്റൽമുളക് അല്ലേ? അതെ, വറ്റൽമുളക് വേണം, കറിവേപ്പില വേണം. വറ്റൽമുളക് ഞാൻ കീറി ഇട്ടോ ഭയങ്കര ഇഷ്ടമാന്നല്ലേ പറഞ്ഞ? ഇല്ല, പൊട്ടട്ടെ. വറ്റൽമുളക് പൊട്ടിയിട്ട് നമുക്ക് പൊട്ടട്ടെ കുട്ടി. അത് ഇട്ടു. എന്തോ സാധനം നോക്കിയത്. സോറി പൊട്ടട്ടെ ഇട്ടോ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി. ഞാൻ ഇട്ടോ. ശരിക്കും എവിടുത്തെ ഭാഷ ഏതൊക്കെ? അതേപോലെ അതെ, ഏകദേശം പൊട്ടുന്നുണ്ട്. പൊട്ടിയോ? ഞാൻ കേട്ടില്ല. ആയില്ലേ? ശരിക്കും നോക്കിയാ അടുത്ത കണ്ണിലിരിക്കും കടുക്. കുറച്ചേരം ആയിട്ടില്ല. കടുക് പൊട്ടാൻ സമയമുണ്ട്. അതായത് ഈ ചട്ടി ചൂടായി, മൺചട്ടി പൊതുവെ ചൂടായി വരാൻ സമയം എടുക്കും. പക്ഷെ അത് സമയം നോക്കാതെ ഞാൻ വെപ്രാളം കൊണ്ട് നല്ലോണം കൂട്ടി വെച്ചിട്ടുണ്ട് ഫ്ലെയിമൊക്കെ. പക്ഷെ എന്നാൽ പോലും ചട്ടി ചൂടായി വരാൻ സമയം എടുക്കും. അത് ചൂടാവാനുള്ള സാവകാശം നമുക്കില്ലാത്തതുകൊണ്ട് എണ്ണ ഒഴിച്ച് കടുക് കൂട്ടും. നിനക്ക് വെപ്രാളം കൊണ്ട് നീ വറ്റൽമുളക് കൂട്ടും. ബാക്കി വറ്റൽമുളകൊക്കെ എന്റെ കൈ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി വറ്റൽമുളക് കിട്ടും. ഒരു എത്ര വേണം? മതിയോ? ഇട്ടോ, നിന്റെ ഇഷ്ടത്തിന് ഇട്ടോ. ഇനി ഇടണ്ട. ഇനി ഇടുന്നില്ല. എനിക്കറിയാം. പച്ചമുളക് ഇട്ടു, എണ്ണ ഒഴിച്ചു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില. ഓക്കെ. ഓരോതല്ല ഫ്രഷ്നെസ് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കണം. ഇതൊക്കെയോ പറയുന്നുണ്ട്. പറഞ്ഞു ഇട്ടോ. ഓക്കെ. ഇനി വേണോ? ഒരിതളൂടെ. കറിവേപ്പില ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിന്റെ ഫ്ലേവർ, ഈ എണ്ണയിൽ മൂക്കുന്ന ഫ്ലേവർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇതളും കൂടെ ഇടുകയാണേ. ഓക്കെ. ഇനി ആ പച്ചമുളക് എടുത്തിട്ടോ. നെക്സ്റ്റ് അടുത്ത പച്ചമുളകാണ് ഇത്. പച്ചമുളക് ഏതാന്ന് അറിയില്ല. അത് തന്നെ പച്ചമുളക്. ഇതല്ലേ പച്ചമുളക് എന്നൊക്കെ എന്തോ പറയണ്ട. പച്ചമുളക് ഇട്ടു. അപ്പൊ വറ്റൽമുളക്, കടുക്, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതെല്ലാത്തിന്റെയും മൂത്ത് വരുമ്പോ പച്ചമുളകൊക്കെ പോയി കഴിയുമ്പോഴാണ് അടുത്ത ഇൻഗ്രീഡിയൻസ്. മലയക്കോട്ട വാലിബനിൽ അഭിനയിച്ചില്ലേ? അതില് ലാലേട്ടന്റെ പേരൊക്കെ ആയിട്ടാണല്ലോ അഭിനയിച്ചത്. അപ്പം ലാലേട്ടൻ നല്ല കുക്കാണല്ലോ. അപ്പൊ ലാലേട്ടനോട് എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷ് അങ്ങനെ എന്തെങ്കിലും റെസിപ്പി ഒക്കെ ചോദിച്ചോടാ? അവിടെ വെച്ചിട്ട് ആക്ച്വലി അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും അവിടെ ഇല്ല. ബിക്കോസ് ഒന്നാമത് നല്ല തണുപ്പ്. അതിനെന്താ അതിന് വേണ്ടത് എനിക്ക് മുളക് പൊടി. ഓക്കെ. ഈസ്റ്റേന്റെ കറി പൗഡേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ ഓഫ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പൊ ഒന്ന് എണ്ണ തണുത്തതിന് ശേഷം ഈസ്റ്റേന്റെ രുചികരമായ മുളക് പൊടി. യെസ്, ഈസ്റ്റേൺ രുചി ഓണത്തിലെ എല്ലാ കറി പൗഡേഴ്സും ഈസ്റ്റേന്റെ കേട്ടോ. അതെ. അപ്പൊ നമ്മള്
എത്ര ടേബിൾ സ്പൂണാ? കുറച്ച് ഇഞ്ചിയേ ഉള്ളൂ. സോ ഒരു സ്പൂൺ മതി. ഇഞ്ചിയുടെ എത്രത്തോളം ഉണ്ട് ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി അതനുസരിച്ച് വേണം നമ്മൾ കറി പൗഡേഴ്സ് ഒക്കെ ഇടാൻ. മഞ്ഞൾപ്പൊടി ഇടാണേ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി. അതെ, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി മതി. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. അതൊന്ന് എണ്ണയിൽ ഒന്ന് ആ പച്ചമണം. ഈസ്റ്റേന്റെ മഞ്ഞൾപ്പൊടി ഇട്ടു, ഈസ്റ്റേന്റെ മുളക് പൊടി ഇട്ടു. ഇപ്പൊ നല്ലൊരു മണം വരുന്നുണ്ടല്ലോ അല്ലെ. ഈ ഇതിൽ തന്നെ നമ്മള് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇടുക. ഓക്കെ. ഇത് എന്റേതായ രീതിയിൽ, ഇത് ഇങ്ങനെയാണോ ഇതിന്റെ ഓർഡർ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്റേതായ ഒരു രീതിയിൽ അങ്ങ് ഉണ്ടാക്കാണ്. ഓക്കെ. ഇനി ഗ്യാസ് ഓൺ ആക്കാമോ? വേണ്ട, അത് മുളക് പൊടി മൂത്തുപോകും. ഓക്കെ. ഇഞ്ചി ഇട്ടു. ഒന്ന് സോട്ടായി. നമ്മൾ പറഞ്ഞ ലാലേട്ടനോട് അങ്ങനെ ചോദിക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ലടാ. സോപ്പ്, ഇനി കുറച്ച് ഉപ്പ്. ഓക്കെ, കുറച്ച് ഉപ്പൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ആവശ്യത്തിന്. ശരി, ആയി. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാട്ടോ ഗ്യാസ് ഓഫ് ആയി. മുളക് പൊടി ഇടുമ്പോ പെട്ടെന്ന് അത് മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതാവും, അടി പിടിക്കും. പിന്നെ നമ്മുടെ പുളിവെള്ളം. യെസ്, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് പുളിവെള്ളം. ഓക്കെ. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. മൂത്തേന്റെ സ്മെല്ല്. അതെ, മൂത്തേന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടെ കഴിച്ചു. ഓക്കെ, മതി. അങ്ങോട്ട് വെച്ചോടാ. ഓക്കെ. ഇനി ഇതില് ഒരു ലേശം വെള്ളം ഒഴിക്കണം. ഇതൊന്ന് ലേശം വെള്ളം. ഓക്കെ, കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. അതെന്തിനാ ചേച്ചി? ഇതൊന്ന് എല്ലാം കൂടെ എണ്ണ തെളിഞ്ഞ് വരാനായിട്ട്. ഓക്കെ, മതി. ചേച്ചിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? കൊറേ ഉണ്ടല്ലോ, അപ്പൊ ചേച്ചിക്ക് ഫേവറേറ്റ് ഏതാ? എനിക്ക് മാങ്ങാച്ചാറ്. നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇടുന്ന മാങ്ങാച്ചാറുണ്ട്. അല്ല, ഇതുവരെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് ഹന്നക്കന്റെ പറഞ്ഞേ. ഹന്നല്ല. ഓക്കെ. ആദ്യം നമ്മള് ഇഞ്ചി വെളിച്ചെണ്ണയിൽ വറുത്തു. അത് കഴിഞ്ഞിട്ട് അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. അതിനുശേഷം മിക്സിയിലേക്ക് ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു മൺചട്ടി എടുക്കുക, അത് ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിക്കുക, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം പച്ചമുളക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈസ്റ്റേന്റെ കറി പൗഡേഴ്സ് ആണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. മുളക് പൊടി, മഞ്ഞപ്പൊടി അല്ലെ, മഞ്ഞപ്പൊടിയും ചേർത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഇഞ്ചി ഇടുക. അതെ അല്ലെ, ഇഞ്ചി ഇട്ടിട്ട് വീണ്ടും മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം. ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വേണം കേട്ടോ. ചിലപ്പോൾ അടി പിടിക്കാനോ അല്ലെങ്കിൽ മൂത്ത് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട്. അതിനുശേഷം ലാസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയന്റ് പുളിവെള്ളം കൂടെ ചേർത്ത്. ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് പുളിവെള്ളം അല്ല, ഇനി നമുക്ക് ശർക്കര ചേർക്കാനുണ്ട്. ആണോ? അയ്യോ സോറി, ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ്. പുളിവെള്ളം കൂടെ ചേർത്ത് ഇപ്പൊ മിക്സ് ചെയ്തോണ്ടിരിക്കുക. എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര. ഇത് എന്താ മധുരത്തിന് അല്ലെ? മധുരം പുളി എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, കുറച്ച് ശർക്കര. ഓക്കെ, മതി. കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇടാട്ടോ. ഞങ്ങളുടെ അവിടെ കുറച്ചേ ഇടുള്ളൂ. ഇഞ്ചി ആയിരിക്കണം, ഇഞ്ചിയുടെ ഫ്ലേവറും എരിവും ആയിരിക്കണം ഒരേപോലെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പുളിയും ഇഞ്ചിയുടെ. അപ്പോ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാണ്. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇലയിൽ ഇങ്ങനെ ഒഴുകി പോവാത്ത രീതിയിലുള്ള ഇഞ്ചിക്കറി അവിടെ നിൽക്കും. ഇത് ഒഴിച്ചാൽ പറഞ്ഞു നിൽക്കും. അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്യണല്ലോ. ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലേ? കുറച്ച് തരാം. എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ആന്നല്ലേ? വീട്ടിലാണെങ്കിലും ഞാൻ അങ്ങനെ ഇച്ചിരി ടേസ്റ്റ് ആക്കാൻ. ചൂടുണ്ടോ? പിന്നെ ചട്ടിന്ന് ചൂടുണ്ടോന്നൊക്കെ എന്തോ പറയാനാ. എങ്ങനെ കഴിക്കട്ടെ? ചൂടുണ്ടെങ്കിൽ പൊള്ളും. വേണ്ടല്ലേ, രുചിച്ചു നോക്ക. ഇങ്ങനെ കഴിക്കാല്ലേ? അപ്പൊ സുചിത്ര ചേച്ചി ഉണ്ടാക്കിയ നല്ല ഇഞ്ചിക്കറി, ട്രിവാൻഡ്രം സ്റ്റൈൽ ഇഞ്ചിക്കറി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കൊള്ളാം ഗൈസ്, അടിപൊളിയാട്ടോ. ഞാൻ ഒത്തിരി കളിയാക്കിയെങ്കിലും അതാണ്. മധുരം ഉണ്ടോ? ഇഞ്ചിയുടെ ഫ്ലേവർ ഏത് ഫ്ലേവറാ ഹൈലൈറ്റ് ആയിട്ട്? ഇഞ്ചി ആണല്ലോ.
ഇഞ്ചിയുടെ ഫ്ലേവർ ആണ് സാധാരണ വേറെ highlight എവിടെയെങ്കിലും ആയിട്ട് പോയ ഇരിക്കുന്നെ. പുളി ആണ് ഹൈലൈറ്റ് ആയിട്ട് നിക്കാം, മധുരവും ഇല്ലേ? പുളിയുണ്ട്, മധുരമുണ്ട്. പക്ഷെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ട്രിവാൻഡ്രം സ്റ്റൈൽ പോലെ ഇഞ്ചിയുടെ ഇതാണ് ഇഞ്ചി നല്ല അടിപൊളിയായിട്ട് ഹൈ ആയിട്ട് നിൽക്കുന്നത്. അത്രയും കഴിച്ചിട്ട് അത്. അപ്പൊ ഇതൊന്ന് ഫൈനൽ ആകാൻ വേണ്ടി നമുക്ക് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കണം, അപ്പോഴേ ഒന്ന് സെറ്റ് ആയി വരും. അടിപൊളി അടിപൊളി. ഓക്കെ, ദേ ഇവിടെ നിർത്തുന്നില്ല, അടിപൊളി അടിപൊളി എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഒന്ന് സെറ്റ് ആയി വരട്ടെ. സെറ്റ് ആയി വരട്ടെ, എനിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ചെയ്യണം. ആയിക്കോട്ടെ, റെഡി. അപ്പൊ നമ്മുടെ ഇഞ്ചി കറി സെറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് സെർവിംഗ് ഡിഷിലോട്ട് ആഹാ നമ്മുടെ സെർവിംഗ് ഡിഷിലോട്ട് അപ്പൊ നമ്മുടെ സദ്യയിലെ പ്രധാന ഇനം. യെസ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഈസ്റ്റേൺ രുചി ഓണത്തിൽ ആദ്യ വിഭവമാണ് ഇഞ്ചിക്കറി അല്ലെ? റെഡി. അപ്പൊ നമുക്ക് സെർവിംഗിലോട്ട് മാറ്റാം, സെർവിംഗ് ഡിഷിലോട്ട്. ഞങ്ങൾ സ്വർണ്ണ തളികയിലാണ് ഇഞ്ചിക്കറി സെർവ് ചെയ്യുന്നത്. ഇഞ്ചിയുടെ മണം ഈ ഫ്ലോറും മൊത്തം നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയോളൂ. ഓക്കെ, രുചിയോണം അമൃതതൻ രുചിമേളം. അപ്പൊ നമ്മുടെ സദ്യയിലെ പ്രധാനി, മലയാളികളുടെ ഫേവറേറ്റ്. സദ്യയിൽ ഏതാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാവരും ഒരു 90% മലയാളികളും പറയും ഇഞ്ചിക്കറി, പുളി ഇഞ്ചി. നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ ഇഞ്ചിക്കറി, അതായത് ഇഞ്ചി ആയിരിക്കും കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുക. എരിവ് ഇഞ്ചിയും ബാലൻസ് ചെയ്ത് പോകും, പുളി കുറച്ച് കുറവായിരിക്കും. അതാണ് നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈൽ ഇഞ്ചിക്കറി. ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യണോ? ടേസ്റ്റ് ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ തുടക്കം ഇങ്ങനെയല്ലായിരുന്നു, പക്ഷെ ഞാൻ ഒന്ന് രുചിച്ച് നോക്കിയപ്പോ പിന്നെ എനിക്ക് ഇഷ്ടമായി. അതാണ്. ഓക്കെ, നല്ല പുളിയും നല്ല ഇഞ്ചിയുടെ സൂപ്പർ കേട്ടോ. പ്രേക്ഷകരോട് പറയേ, ഈസ്റ്റേൺ രുചി ഓണത്തിന്റെ ആദ്യത്തെ വിഭവമായിരുന്നു പുളി ഇഞ്ചി. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നല്ല കേട്ടോ, അടിപൊളി. പ്രേക്ഷകർ എന്തായാലും ട്രൈ ചെയ്യും, ഭയങ്കര ഈസി റെസിപ്പിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ചേച്ചിക്ക് ഈസ്റ്റേന്റെ ഒരു മനോഹരമായ ഒരു സമ്മാനം ഉണ്ട്. ഓക്കെ, യെസ്, ഈസ്റ്റേൺ ഈ ഓണവും മധുരിക്കട്ടെ. അപ്പൊ ഈസ്റ്റേൺ തരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു ഹാമ്പർ ആണ്. ഇനിയും അമൃത ടിവിയുടെ ഭാഗമാകുക. ഉറപ്പായിട്ടും. ശരിക്കും പറഞ്ഞ അമൃതയിലായിരുന്നു എന്റെ തുടക്കം. അപ്പോ ഇവിടെ തന്നെ ഇനി അങ്ങോട്ട് ഉണ്ടാവട്ടെ. യാത്രയിലെല്ലാം അമൃത ടിവിയുടെ ഒരു ഭാഗമായി പോകാൻ കഴിയട്ടെ. അമൃത ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. യെസ്, അമൃത ടിവി ഓണം വന്നേ, ഈസ്റ്റേൺ രുചി ഓണം പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിന്റെ ഈ എപ്പിസോഡ് അങ്ങനെ അല്ലെ ഗംഭീരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നാളെ മറ്റൊരു പുതിയ അതിഥിയുമായി പുതിയ വിഭവമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ഈസ്റ്റേൺ രുചിയാണ് പവർഡ് ബൈ മൈജി ഫ്യൂച്ചർ. അപ്പൊ ബൈ. അമൃത ടിവിയുടെ സ്വന്തം സൗഭാഗ്യ വെങ്കടേഷ്. ഇടട്ടെ, എനിക്കിഷ്ടം കരിവേപ്പില. ഇനി വേണോ? എനിക്ക് എന്റെ മോള് ഓർമ്മ വരുന്നു കേട്ടോ. ഞാൻ ഇടട്ടെ മമ്മ, ഞാൻ ഇടട്ടെ. അമ്മൂമ്മയാണോ അമ്മയാണോ നല്ല ഒരു പാചകക്കാരി? ഞാൻ രുചിയോണം അമൃതതൻ രുചിമേളം.